നമസ്കാരം. ഭൂമിക്ക് പുറത്ത് എവിടെയെങ്കിലും ജീവന്റെ സാന്നിധ്യമുണ്ടോ എന്ന മനുഷ്യന്റെ കാലങ്ങളായുള്ള അന്വേഷണത്തിൽ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് ശാസ്ത്രലോകം ഇപ്പോൾ കടന്നു പോകുന്നത്. സൗരയൂഥത്തിലെ നമ്മുടെ അയൽഗ്രഹമായ ചൊവ്വ ഒരു കാലത്ത് വെള്ളത്താൽ സമൃദ്ധമായിരുന്നു എന്നതിന് കൂടുതൽ വ്യക്തമായ തെളിവുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. നാസയുടെ പെർസിവറൻസ് റോവർ ചൊവ്വയിലെ ജെസീറോ ക്രേറ്ററിൽ നടത്തിയ പര്യവേക്ഷണങ്ങൾ ഗ്രഹത്തിന്റെ ഉപരിതലത്തിനടിയിൽ ഒളിഞ്ഞിരിക്കുന്ന പുരാതന നദീതടങ്ങളുടെയും തടാകങ്ങളുടെയും അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. CGTN പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം അത്യാധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ നടത്തിയ ഈ പഠനം ചൊവ്വയുടെ ശതകോടിക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ചരിത്രത്തിലേക്ക് പുതിയ വെളിച്ചം വീശുന്നതാണ്. പെർസിവറൻസ് റോവറിലെ റിംഫാക്സ് എന്ന ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡർ ഉപയോഗിച്ച് ചൊവ്വയുടെ ഉപരിതലത്തിന് താഴെ ഒളിഞ്ഞുകിടക്കുന്ന രഹസ്യങ്ങൾ ശാസ്ത്രജ്ഞർ അനാവരണം ചെയ്തത് ഏകദേശം 6.1 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച റോവർ ഭൂനിരപ്പിൽ നിന്ന് 35 മീറ്റർ താഴെയുള്ള ഭൂഗർഭ ഘടനകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചു. ചൊവ്വയുടെ ഉത്തരാർദ്ധഗോളത്തിൽ സ്ഥിതി ചെയ്യുന്ന ജെസീറോ ക്രേറ്റർ ഒരു കാലത്ത് വിസ്തൃതമായ ഒരു തടാകമായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത്. അവിടെ കണ്ടെത്തിയ പാളികളായുള്ള അവസാദങ്ങളും മണ്ണൊലിപ്പിന്റെ അടയാളങ്ങളും അവിടെ പുരാതനമായി ഒരു നദീതടം നിലനിന്നിരുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനകളാണ് നൽകുന്നത്. ഒരു നദി വലിയൊരു ജലാശയത്തിലേക്ക് പതിക്കുമ്പോൾ അടിഞ്ഞുകൂടുന്ന മണ്ണും മണലും ചേർന്നുണ്ടാകുന്ന വിശറി ആകൃതിയിലുള്ള ഭൂപ്രദേശമാണ് ഡെൽറ്റ. ജെസീറോ ക്രേറ്ററിനടിയിൽ കണ്ടെത്തിയ ഈ ഡെൽറ്റയ്ക്ക് ഏകദേശം 3.7 മുതൽ 4.2 ബില്യൺ വർഷം വരെ പഴക്കമുണ്ടെന്നാണ് ശാസ്ത്രജ്ഞർ കണക്കാക്കുന്നത്. ചൊവ്വ രൂപം കൊണ്ടിട്ട് ഏകദേശം 4.5 ബില്യൺ വർഷങ്ങളായെന്ന് കണക്കിലെടുക്കുമ്പോൾ ഗ്രഹത്തിന്റെ ആദ്യകാലങ്ങളിൽ തന്നെ അവിടെ ജലപ്രവാഹം ഉണ്ടായിരുന്നുവെന്ന് ഇത് സാക്ഷ്യപ്പെടുത്തുന്നു. ഇന്ന് ചൊവ്വ തണുത്തുറഞ്ഞതും വരണ്ടതുമായ ഒരു ഗ്രഹമായിരുന്നു എങ്കിലും ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് അവിടെ സാന്ദ്രമായ അന്തരീക്ഷവും ചൂടുള്ള കാലാവസ്ഥയും നിലനിന്നിരുന്നു. ദ്രാവക രൂപത്തിലുള്ള വെള്ളം ഉപരിതലത്തിൽ നിലനിൽക്കാൻ ഇത്തരം സാഹചര്യങ്ങൾ അനിവാര്യമാണ്. ശാസ്ത്രജ്ഞയായ എമിലി കാർഡെല്ലിയുടെ അഭിപ്രായത്തിൽ ജെസീറോ ക്രേറ്ററിൽ കണ്ടെത്തിയ ഈ നദീതടം ജീവന്റെ അടയാളങ്ങളായ ബയോസിഗ്നേച്ചറുകൾ സംരക്ഷിക്കുവാൻ ശേഷിയുള്ള ഒന്നാണ്. ഭൂമിയിലെ നദീതടങ്ങൾ സൂക്ഷ്മജീവികളുടെ വളർച്ചയ്ക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുക്കുന്നത് പോലെ ചൊവ്വയിലെ ഈ പുരാതന പ്രദേശങ്ങളിലും ഒരു കാലത്ത് ജീവൻ നിലനിൽക്കാൻ സാധ്യതയുണ്ടായിരുന്നു. 2023 സെപ്റ്റംബർ മുതൽ 2024 ഫെബ്രുവരി വരെയുള്ള കാലയളവിൽ ശേഖരിച്ച വിവരങ്ങൾ വിശകലനം ചെയ്തപ്പോഴാണ് ഈ ഡെൽറ്റയുടെ വ്യാപ്തിയും പഴക്കവും തിരിച്ചറിയാൻ സാധിച്ചത്. ചൊവ്വയുടെ വിവിധ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന വലിയ കനാലുകളും ഉണങ്ങിയ തടാകങ്ങളും പാറകളായി മാറിയ നദീതട അവശിഷ്ടങ്ങളും വിരൽ ചൂണ്ടുന്നത് ഈ ചുവന്ന ഗ്രഹം ഒരിക്കൽ നീലഗ്രഹമായ ഭൂമിക്ക് സമാനമായിരുന്നു എന്നാണ്. ഓരോ പുതിയ കണ്ടെത്തലും ചൊവ്വയുടെ സങ്കീർണമായ ഭൂതകാലത്തെക്കുറിച്ചും ഗ്രഹങ്ങളുടെ പരിണാമ ചരിത്രത്തെക്കുറിച്ചും കൂടുതൽ അവബോധം നൽകുന്നു. ഭാവിയിൽ ചൊവ്വയിൽ നിന്ന് ശേഖരിക്കുന്ന സാമ്പിളുകൾ ഭൂമിയിലെത്തിച്ച് പരിശോധിക്കുമ്പോൾ നക്ഷത്രങ്ങൾക്കിടയിൽ നമ്മൾ ഒറ്റയ്ക്കാണോ എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം ലഭിക്കുമെന്ന് ശാസ്ത്രലോകം പ്രതീക്ഷിക്കുന്നു. വെബ് ഡെസ്ക് തത്വമൈ TV.